പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ നമ്മളെ സിസ്റ്റം മാക്സിമം പെർഫോമൻസ് കൂട്ടാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ വിൻഡോസിൻ്റെ സെറ്റിങ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പം ഈ വീഡിയോയിലൂടെ നമുക്കത് കാണാം. എങ്ങനെയാണ് വിൻഡോസിൽ കുറച്ച് സെറ്റിങ്സിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങളെ സിസ്റ്റത്തിന് മാക്സിമം പെർഫോമൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ബാറിൽ സ്റ്റാർട്ട് മെനുവിൻ്റെ സെർച്ച് ബാറിൽ പെർഫോമൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് റിസൾട്ടായിട്ട് വരും അഡ്ജസ്റ്റ് ദ അപ്പിയറൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് വിൻഡോസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് വരും. ഈ ബോക്സിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ ഇപ്പം ലെറ്റ് വിൻഡോസ് ചൂസ് വാട്ട്സ് ബെസ്റ്റ് ഫോർ യുവർ കമ്പ്യൂട്ടർ. നിങ്ങൾക്കത് വേണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് ഓട്ടോമാറ്റിക്കലി കുറച്ച് കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് ബെസ്റ്റ് പെർഫോമൻസിനുള്ള ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്ത് തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻസ് എന്താ വെച്ചാൽ ഇപ്പം വിൻഡോസിന് ഇപ്പം ഷോ ഷാഡോസ് അണ്ടർ വിൻഡോസ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിക്സിൽ ചെറിയ നമ്മൾ കാണുന്ന അപ്പിയറൻസിൽ എന്ന് വെച്ചാൽ ഒരു ഫോൾഡറിൻ്റെ ഷെയ്ഡ്, അതേപോലെ തന്നെ ഇപ്പം ഒരു ഐക്കണിൻ്റെ ഷെയ്ഡ്, അങ്ങനെ പല ആനിമേഷൻ സംഭവങ്ങൾ അതൊക്കെ മിനിമൈസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഈ ടിക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഓരോ ആനിമേഷൻസ് വിൻഡോസ് ഡിസേബിൾ ആവും. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ആനിമേഷൻസ്, അതുപോലെ ഷാഡോസ്, എല്ലാ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങളും ഓഫാക്കി വെക്കുകയാണ്. മൊത്തം ഓഫാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഇപ്പം അപ്പിയറൻസ് കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള കുറച്ചും കൂടെ ഗ്രാഫിക്സൊക്കെ തോന്നണം, നിങ്ങളെ ഡെസ്ക്ടോപ്പിൽ കുറച്ചും കൂടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഗ്രാഫിക്സ് തോന്നണം, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഈ ബോക്സിൻ്റെ ഒക്കെ ഷാഡോസ് ഒക്കെ ഗ്രാഫിക്സ് ആക്കി കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഷാഡോസ് ആൻഡ് വിൻഡോസ് ഷോ തംബ്നെയിൽസ് ഇൻസ്റ്റെഡ് ഓഫ് ഐക്കൺസ്. ഓക്കെ, ഞാനൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം അൺടിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അപ്ലൈ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ സിസ്റ്റം മാക്സിമം പെർഫോമൻസ് കൂടിയിട്ടുണ്ടാവും. നിങ്ങൾക്കത് എന്തായാലും വ്യത്യാസം മനസ്സിലാവും. പെട്ടെന്ന് തന്നെ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും നിങ്ങളിപ്പം എന്ത് ക്ലിക്ക് ചെയ്താലും. കാരണം കമ്പ്യൂട്ടറിന് അത്രയും ലോഡ് കുറഞ്ഞു. നിങ്ങൾ ഗ്രാഫിക്സ് ഒന്നും കമ്പ്യൂട്ടർ ഇനിയിപ്പം ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഓഫാക്കി വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ലോഡ് കുറഞ്ഞുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇപ്പം SSDയിലേക്കോ അല്ലെങ്കിൽ ഒന്നും മാറ്റാതെ തന്നെ നിങ്ങളുടെ സിസ്റ്റം ഇപ്പം SSD ഒക്കെ വാങ്ങി വിൻഡോസ് മാറ്റി ഇൻസ്റ്റാൾ ചെയ്ത് അതിനൊന്നും നിൽക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ ചിലവൊന്നും ഇല്ലാതെ, ഒരു ചിലവും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ വിൻഡോസ് സ്പീഡ് ചെയ്യാനുള്ള ഒരു വഴിയാണ് മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പം ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം കൂടുതൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.